ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഗ്രൗണ്ട് വിൻകയുടെ സീഡ്, അതായത് മിക്സഡ് സീഡ്സിൻ്റെ ഒരു സെയിൽ വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഗ്രൗണ്ട് വിൻകയൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ പൂക്കൾ തരുന്നൊരു നല്ല പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സീഡൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതിയേ. അപ്പോൾ മിക്സഡ് സീഡ്സാണ് കേട്ടോ, നമ്മുടെ ഗ്രൗണ്ട് വിൻകയുടെ മിക്സഡ് സീഡ്സാണ് സെയിലിനായിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ്സിലൊക്കെയുള്ള സീഡാണ് കേട്ടോ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഒരുപാട് പഴക്കമൊന്നുമില്ലാത്ത സീഡാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ എടുക്കുന്ന സീഡ് ഒരുപാട് താമസം വരാത്ത രീതിയിലാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജെർമിനേഷനൊക്കെ നല്ല കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് നമ്മുടെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഗ്രൗണ്ട് വിൻകയും അതുപോലെ തന്നെ ഹാങ്ങിങ് വിൻകയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. നമ്മുടെ ഗാർഡനിലും ഇതുപോലെ പ്ലാന്റ് ആക്കാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവർക്കൊക്കെ നല്ലൊരു അവസരമാണ്. അപ്പോൾ ഇതിൻ്റെ മിക്സഡ് സീഡ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഏതൊക്കെ പ്ലാന്റിൽ നിന്ന് എടുത്തിട്ടുള്ള സീഡാണ് എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇന്ന കളറ് കാണുമെന്ന് നമുക്ക് കറക്റ്റ് അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. കാരണം മൊത്തത്തിലെടുത്താണല്ലോ നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ കളർ കാണും, ഈ കളർ കാണും, അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഇത്രയും പ്ലാന്റ്സിൽ നിന്ന് എടുത്തിട്ടുള്ള സീഡാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അതിലേതെങ്കിലുമൊക്കെ കളറൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഏതൊക്കെ പ്ലാന്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സീഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. കോൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതായത് നമുക്ക് എപ്പോഴും ചിലപ്പോൾ കോളൊക്കെ എടുക്കാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുകയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് സീഡൊന്നും ഇല്ല കേട്ടോ, കുറച്ച് സീഡൊക്കെ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഗാർഡനെ എപ്പോഴും പൂക്കൾ കൊണ്ട് നിറയ്ക്കാനായിട്ട് ഈ ഒരു പ്ലാന്റ് മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ ഗാർഡനിലുള്ള പൂക്കളൊക്കെ എത്രത്തോളം ഉണ്ട്, എങ്ങനെയൊക്കെയാണ് എന്നെല്ലാം അറിയാം കേട്ടോ. പിന്നെ അധികം കെയറൊന്നും ആവശ്യമില്ല. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നനവിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ പിന്നെ നല്ല വെയിലത്ത് തന്നെ വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് പൂക്കളൊക്കെ തരുന്ന നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ വിൻക. ഞാനിതൊന്നും ഇങ്ങനെ വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഏതൊക്കെ പ്ലാന്റിൽ നിന്ന് എടുത്തിട്ടുള്ള സീഡാണെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാവേ. പിന്നെ ഇതാ ഈ കാണുന്ന നമ്മുടെ നല്ലൊരു ഡാർക്ക് കളറാണ് കേട്ടോ. ഡാർക്ക് വയലറ്റോ അങ്ങനെ ഒരു കളറാണ് കേട്ടോ. അതിൽ നിന്നെടുത്ത സീഡുണ്ട്. പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള സീഡുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഇത് കണ്ടല്ലോ, ഇത് ഒരു ഡാർക്ക് കളർ വന്നിട്ട് അതിൻ്റെ അകത്തൊരു വൈറ്റ് വരുന്നു. അപ്പോൾ ഈ പ്ലാന്റിൽ നിന്ന് എടുത്തിട്ടുള്ള സീഡുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ കയ്യിൽ എത്രത്തോളം പ്ലാന്റ് ഉണ്ടോ അതിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള സീഡാണ് കേട്ടോ നമ്മൾ മിക്സഡ് ആക്കി വെച്ചേക്കുന്നത്. അകത്ത് കണ്ടോ നല്ലൊരു കളറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സീഡുണ്ട്. ഈ കാണുന്ന പ്ലാന്റിൻ്റെ സീഡുണ്ട്. ഇതിലൊക്കെ ഒരുപാട് പൂക്കൾ അന്ന് നിറങ്ങി നിന്നിരുന്ന പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെയൊക്കെ സീഡുണ്ട്. പിന്നെ ഇത് നല്ലൊരു ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളർ നമ്മുടെ ടാറ്റു അല്ല കേട്ടോ. ഇത് പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. ഓറഞ്ച് കളറിനകത്തൊരു വൈറ്റും കൂടി കയറി വരുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഇതിൽ നിന്നെടുത്തിട്ടുള്ള സീഡുണ്ട്. അടുത്തതായിട്ട് ഈ പ്ലാന്റ് ഇതിൽ നിന്നെടുത്തിട്ടുള്ള സീഡുണ്ട്. ഇതിലെല്ലാം കളർ വ്യത്യാസമുണ്ട് കേട്ടോ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഈ ഒരു പ്ലാന്റ് ഇത് നല്ലൊരു കളറാണ് കേട്ടോ, ഒരു ഡാർക്ക് കളറാണ്. ഡാർക്ക് മെറൂൺ എന്നൊക്കെ നമുക്ക് പറയാം, നല്ലൊരു കളറാണ് കേട്ടോ. അപ്പോൾ അത്രയും പ്ലാന്റ്സിൽ നിന്ന് എടുത്തിട്ടുള്ള സീഡാണ്. അപ്പോൾ പിക്കൂടി ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓറഞ്ച് കളറ്, ഇത് ആദ്യം കാണിച്ച ഒരു വയലറ്റ് ഉണ്ടല്ലോ, ഇത് രണ്ടാമത്തെ കളറ്, മൂന്നാമത്തെ കളർ ഇതാണ്. പിന്നെ അതുപോലെ നാലാമത്തെ കളർ വരുന്നത് ഈ ഒരു കളറാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതെല്ലാം കാണാനായിട്ട്. പിന്നെ അഞ്ചാമത്തെ കളർ വരുന്നത് ഇതാണ്. പിന്നെ ഇത് നേരത്തെ കാണിച്ച ആ ഒരു കളറാണ് കേട്ടോ, ഓറഞ്ച് കളറുണ്ടല്ലോ അതാണ്. പിന്നെ ഈ ഒരു കളറ്. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ അകത്തൊരു വൈറ്റ് വരുന്നുണ്ട്. ഇത് വേറൊരു കളറാണ് കേട്ടോ. എല്ലാം കളർ വ്യത്യാസമുണ്ട്. ഈ കാണിക്കുന്ന എല്ലാം കളർ വ്യത്യാസമുള്ളതാണ്. പിന്നെ ഈ ഒരു പ്ലാന്റിൽ നിന്നെടുത്ത സീഡുണ്ട്. പിന്നെ ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. അപ്പോൾ അത്രയാണ് ഗ്രൗണ്ട് വിൻകയിലുള്ളത്. പിന്നെ നമ്മുടെ ഹാങ്ങിങ് വിൻക കണ്ടല്ലോ, നമ്മുടെ ടാറ്റു വരുമല്ലോ ആ ഒരു രീതിയിലാണ് വരുന്നത്. ഇത് ഹാങ്ങിങ് വിൻക എന്ന് പറയുന്നെങ്കിലും അധികം അങ്ങ് ഹാങ് ചെയ്ത് അങ്ങനെ വരുന്നില്ല കേട്ടോ ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതിന് പറയുന്നത് സ്പ്രെഡിങ് വിൻക എന്നോ അങ്ങനെയാണ് കേട്ടോ. സ്പ്രെഡിങ് വിൻക എന്നാണ് പറയുന്നത്. കണ്ടോ, ഇതുപോലെ ഒരു ചരിവ് വരത്തേ ഉള്ളൂ. എന്നാൽ സ്റ്റാൻഡിങ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. ചെറുതായിട്ട് ഇതുപോലെ ചരിഞ്ഞ് വരും. ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ടാറ്റു പപ്പായായിട്ടൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഒരു പ്ലാന്റാണ്. അതിൻ്റെ
സീഡുണ്ട് കേട്ടോ, സെപ്പറേറ്റ് സീഡാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഹാങ്ങിങ് വിങ്കയുടെ ഈ റെഡ് കളറുണ്ടല്ലോ, ഇതിൻ്റെ സീഡാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. ഇതൊക്കെ സെപ്പറേറ്റ് സീഡാണ്. ഹാങ്ങിങ് വിങ്കയുടെ ആ രണ്ട് വെറൈറ്റിയുടെ സീഡാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സീഡിൻ്റെ സെയിൽ വീഡിയോയിൽ ഉള്ളത്. ആദ്യമായിട്ട് നമ്മുടെ ഗ്രൗണ്ട് വിൻകയുടെ മിക്സഡ് സീഡ്സ്, അപ്പോൾ അതിൻ്റെ കളർ ഏതൊക്കെ കളറൊക്കെ ഉണ്ടാകുന്നു, ഏതൊക്കെ പ്ലാന്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് ആ കളർ തന്നെ കിട്ടണം അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വാങ്ങിക്കുക. പിന്നെ നല്ല ക്ഷമയും പിന്നെ അതുപോലെ തന്നെ ചെടികളുടെ സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ പിടിപ്പിച്ചെടുത്ത് നല്ലൊരു പ്ലാന്റൊക്കെ ആക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. എങ്ങനെ നോക്കിയാലും ഒരു 2-2.5 മാസം വേണ്ടി വരും കേട്ടോ, നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആക്കിയായിട്ട് നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ സീഡ് പാകുന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആദ്യം നമ്മൾ മണലിലും ഒക്കെ ആണല്ലോ നടുന്നത്. അപ്പോൾ ആദ്യമൊക്കെ അത്ര ഒരു കരുത്തായിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല. പിന്നെ നമ്മൾ ചെറിയ പോട്ടിലോട്ടൊക്കെ മാറ്റി അങ്ങനെ ഓരോരോ ഘട്ടങ്ങൾ കഴിഞ്ഞാണ് നല്ലൊരു പ്ലാന്റാക്കി നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ കയറി കണ്ടതിന് ശേഷം താല്പര്യമുണ്ടെങ്കിൽ മാത്രം സീഡ് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്